ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ തന്നെയുള്ള കാഴ്ചയായിട്ടത്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് അടുക്കളയിൽ ലൈറ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ ഇവരിവിടെ ഹാജരായിട്ടുണ്ടാവും. ക്യൂട്ടീനെ എന്തായാലും വീഡിയോ എടുക്കാനൊന്നും കിട്ടില്ല. ഇന്നിപ്പോൾ എന്താണോ ഞാൻ വീഡിയോ എടുക്കുന്നത് അറിയണില്ല എന്ന് തോന്നുന്നു. പോയിട്ടുണ്ട് കേട്ടോ, ഞൊണ്ടി പോണത് പാവം. അപ്പോൾ ബ്യൂട്ടിക്ക് പിന്നെ വീഡിയോ എടുക്കണതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ ക്യൂട്ടിയും അടുക്കളയിൽ കാലത്ത് തന്നെ എന്താ ഞാനിവിടെ ഉണ്ടാക്കണതെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കണതാണ്. രാവിലെ തന്നെ ഈ കുഞ്ഞു മക്കളെ പോലെ കേട്ടോ കിടന്നിങ്ങനെ ബഹളം വയ്ക്കുക. അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് നിറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ കിടന്ന് കളിയാവും കേട്ടോ. അപ്പോൾ അവർക്ക് ആശ്വാസമായി. പിന്നെ ഇങ്ങനെ കുറേ നേരം കളിച്ച് ചിരിച്ചൊക്കെ കഴിഞ്ഞ് അവരുടെ വഴിക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ ഈ ക്യൂട്ടി ആണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ബ്യൂട്ടി പോയിട്ട് അവളെ മാന്തി വിട്ട് ഞാൻ ഓയിൽമെൻ്റൊക്കെ തേച്ച് ആ മുറിവൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ക്യൂട്ടി കഴിഞ്ഞ ദിവസം ആ മതിലെടുത്ത് അങ്ങോട്ടൊന്ന് ചാടി. ആ ചാടിയത് തന്നെ കണക്കായിട്ട് അപ്പോൾ തന്നെ ആ സൈക്കോ പൂച്ച കാലേ കയറി പിടിച്ചു വിട്ടാ. നല്ലൊരു പിടുത്തം പിടിച്ചു. പേടിച്ചിട്ട് അവൾ അപ്പോൾ തന്നെ ഇപ്പുറത്തേക്ക് ചാടി. പക്ഷേ ആ പിടുത്തത്തിൽ കാലിന് ഒടിവുണ്ടെന്നാണ് തോന്നണത്. ഇപ്പം ഞൊണ്ടിയാണ് നടക്കുന്നത്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും ആർക്കായാലും അടയാളം കിട്ടിയിട്ടാട്ടോ വിടുള്ളൂ. അങ്ങനത്തെ ഒരു പൂച്ച അവിടെയുണ്ട്. ഇപ്പം ബ്യൂട്ടിയുടെ എല്ലാ പരിക്കും ഉണങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ക്യൂട്ടി ഞൊണ്ടി നടക്കുന്നുണ്ട്. അങ്ങനെ അവരവരുടെ കളികളും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ജോലി ചെയ്യട്ടെ. അപ്പം ഞാൻ ഈ ജോലികളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ താഴെ തന്നെ ഞാൻ കസേരയിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ എൻ്റെ താഴെ തന്നെ ഇവരും ഉണ്ട് കേട്ടോ. ബഹളമായിട്ട് അവരുടെ കളിയായിട്ട് അവർ താഴെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോള് ചപ്പാത്തിയൊക്കെ ഞാൻ ഉണ്ടയിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അവളതൊക്കെ പരത്തി തരുന്നുണ്ട്. പിന്നെ കറി വെക്കണില്ല, ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ അതും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അതോ എൻ്റെ മേത്ത് ഒരു തുമ്പി വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു കൗതുകം. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഫോണും ഉണ്ടായി. അപ്പം ഞാനതിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഈ തുമ്പീനെ ഇങ്ങനെ അടുപ്പിച്ച് കാണുമ്പോൾ അതിൻ്റെ കണ്ണും കയ്യും കാലൊക്കെ എപ്പോഴും കേട്ടോ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും വെറുതെ ഇരിക്കാമെന്ന്. പക്ഷേ അതിങ്ങനെ കുറേ എന്തൊക്കെയോ അവിടെ ചെയ്തുകൊണ്ടാട്ടോ ഇരിക്കണത്. അപ്പോൾ ഈ തുമ്പിക്ക് പകൽ കണ്ണറിയില്ല എന്ന് തോന്നുന്നു. അത് എൻ്റെ മേത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എണീറ്റ് പോണേ ഇല്ല. അത് അങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ ഇതിനെ അങ്ങനെ നോക്കി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം താഴേന്ന് ഭയങ്കര ബഹളം. ഈ ക്യൂട്ടിയും ബ്യൂട്ടിയും രണ്ടുപേരും കൂടി എൻ്റെ മേത്തേക്ക് ചാടട്ടെ ഈ തുമ്പീനെ പിടിക്കാൻ വേണ്ടി. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിയായി. ഈ തുമ്പീനെ പിടിക്കാനായിട്ട് ഇവർ എൻ്റെ പുറത്തേക്ക് ആടിയപ്പോൾ ഇനി എന്നെ പിടിച്ച് കടിച്ചെങ്കിലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പുറത്തേക്ക് ഓടി. തുമ്പി പറന്ന് മുകളിലേക്കും പോയിട്ടോ. നല്ലൊരു ബഹളമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീനിന് ഇവിടെ കിളിമീൻ എന്നാണ് പറയണത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ എടുത്ത് ചട്ടിയിലിട്ടതാണ്. അപ്പോഴും ഇവർ താഴെ ഇരുന്ന് നല്ല ബഹളമാട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ കുറേ തല മുറിച്ച് ആദ്യമേ ഇട്ട് അങ്ങോട്ട് കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ എനിക്കിത് ക്ലീൻ ആക്കാൻ അവർ സമയം തരില്ല. അപ്പോൾ അവർക്കുള്ളത് അവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ക്ലീൻ ആക്കാനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് മീൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ മോന് ഓത്തുവള്ളി പോയി വന്നപ്പോൾ ഈ പഴമാങ്ങ കൊണ്ടുപോയി തന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ഇവന് കഴിക്കാൻ കൊടുത്തതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടായിരുന്നു മാമ്പഴം പുളിശ്ശേരി വെച്ചപ്പോൾ. അപ്പോൾ അന്നാണ് അവന് പുളിശ്ശേരി, ഇതിന് മുമ്പ് അവൻ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയില്ല. അപ്പോൾ ഇത്തവണ പുളിശ്ശേരി വെച്ചപ്പോഴാണ് ഓർമ്മയോടുകൂടി മാമ്പഴ പുളിശ്ശേരി കഴിച്ചിട്ട്. അപ്പോൾ ആ ടേസ്റ്റ് അവന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ ഓർമ്മയിൽ അവൻ ആ മാങ്ങ കഴിക്കാതെ ഈ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൊണ്ടുപോയി തന്നു കേട്ടോ. അപ്പോൾ എനിക്കും സന്തോഷമായിട്ടാണ്. അപ്പോൾ അവന് 2 ടൈപ്പ് മാങ്ങയാണ്, രണ്ടും നാടൻ മാങ്ങയാണ്. പിന്നെ ഞാനതൊക്കെ തോലെല്ലാം കളഞ്ഞ് അവന് ആഗ്രഹിച്ച് കൊണ്ടുവന്നതല്ലേ. അപ്പോൾ പിന്നെ എന്നാൽ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കണതാണ്. അപ്പോൾ പിന്നെ മാങ്ങയിലേക്ക് പച്ചമുളകും വേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. പിന്നെ അത് വേവായി കഴിയുമ്പോൾ അരപ്പ് കൂട്ടിയിട്ട് പിന്നെ തൈരും ഒഴിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ അരപ്പിനാണെങ്കിൽ തേങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും 2 ചുമന്നുള്ളിയും കുറച്ച് ജീരകവും ചേർത്തിട്ടാണ് അരയ്ക്കണത്. അങ്ങനെ തേങ്ങയൊക്കെ ചിരകി അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മാമ്പഴം വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരപ്പൊക്കെ കൂട്ടിയെടുക്കുകയാണ്. പിന്നെയാണെങ്കിൽ ഇന്നലെയൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാത്രി ഒരു 4 മണിയായപ്പോൾ നല്ല മഴ ആരംഭിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ ചിണുങ്ങി മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇന്ന് പകൽ മുഴുവൻ ഇങ്ങനെ മൂടി കെട്ടിയ പോലെയായിരുന്നു. അങ്ങനെ വെയിലൊന്നും ഉണ്ടായിട്ടില്ല. രാവിലെയൊക്കെ ഇങ്ങനെ മഴ ചിണുങ്ങി ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ ചിണുങ്ങുണ്ടായി. വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ മഴ അങ്ങോട്ട് മാറിപ്പോയത്.
അങ്ങനെ പുളിശ്ശേരിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണതിൻ്റെ കൂടെ തന്നെ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ അപ്പുറത്ത് അടുപ്പിൽ അതും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ജോലി വേഗം തീരുമല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളുടെ അലക്കാനുള്ളത് മെഷീനിലുണ്ട്, അതൊക്കെ റെഡിയാവുന്നുണ്ട്. പിന്നെ അടിച്ചു വാരുന്നുണ്ട്. അങ്ങനെയുള്ള ജോലികളും അതിൻ്റെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനി മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെടികളൊന്നും നനയ്ക്കാനില്ല. പക്ഷേ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കൊമ്പൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കളയണം. അപ്പോൾ ഈ ജോലികളൊക്കെ തീർത്ത് അടുക്കളയിൽ നിന്ന് വേഗം പുറത്തിറങ്ങിയിട്ട് വേണം വൈകുന്നേരം അങ്ങനത്തെ കുറേ ചില്ലറ ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എന്തായെന്നും ചോദിച്ച് മോനും വന്ന് നിൽക്കുന്നുണ്ട്. അവന് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അവന് കുക്കിങ്ങിനോടൊക്കെ നല്ല ഇഷ്ടമുണ്ട്, ഇളയ ആൾക്ക്. അപ്പോൾ അവനതൊക്കെ ഇങ്ങനെ നോക്കി ഞാൻ ചെയ്യണതൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ഞാൻ താളിച്ചൊഴിക്കുകയാണ്. അപ്പോൾ കടുകും കുറച്ച് ഉലുവയും വറ്റൽമുളകും വേപ്പിലയൊക്കെ ഇട്ടിട്ട് താളിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണേന്നൊക്കെ അവൻ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവണേന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ താളിച്ചൊഴിക്കുമ്പോഴാണ് കറിക്ക് അതിൻ്റേതായ ഒരു ഭംഗിയും ടെക്സ്ചറൊക്കെ വരുള്ളൂ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഇളക്കാഞ്ഞത് എന്താ, പിന്നെയാണ് ഇളക്കണേ എന്നൊക്കെ അവനിങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.